നമസ്കാരം സാർ. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് അസീസ് ആണല്ലേ. ഇവിടെ എത്ര വർഷമായി? 20 വർഷത്തോളം. 2008 കലാം അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട് പോകുന്ന അബ്ദുൽ കലാം രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിൻ്റെ കൂടെയായിരുന്നു. അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 86 മുതൽ ഞാൻ നമ്മുടെ രാഷ്ട്രപതി ആർ വെങ്കട്ടരാമൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കെ ആർ നാരായണൻ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പേഴ്സണൽ സെക്യൂരിറ്റിയിലായിരുന്നു. പേഴ്സണൽ സെക്യൂരിറ്റിയിലായിരുന്നു. ഓ, അപ്പോൾ വളരെ കാലം ഡൽഹി തന്നെയായിരുന്നു. വളരെ കാലം ഡൽഹി ആയിരുന്നു. ഇവരൊക്കെ വളരെ അടുത്ത് പരിചയപ്പെടാനൊക്കെ പറ്റിയല്ലേ? 2007 വന്നപ്പോൾ നവാസ് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു 80 സെൻറ്റ് ഭൂമി വാങ്ങിച്ചു, അവിടെ താമസം ഉറപ്പിച്ചു. അന്ന് മുതൽ നമ്മൾ കണ്ടു നല്ല പരിചയമുണ്ട്. മറ്റേ സിനിമയിലായാലും മിമിക്സിലായാലും എല്ലാ കാര്യത്തിലും നല്ലൊരു അടിപൊളി അഭിനയമാണ് പുള്ളി അഭിനയിച്ചേക്കുന്നത്. പുള്ളിയുടെ നഷ്ടം നമുക്ക് നാടിന് തന്നെ നല്ലൊരു നഷ്ടം തന്നെയാണ്. അയൽവക്കത്താണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും നല്ല അയൽവക്കക്കാരോട് നല്ല സ്നേഹവും. എൻ്റെ ഫാദറാണെങ്കിൽ ഓൾഡ് ഏജ് ആണ്. ഇവിടെ വന്ന് നമ്മുടെ ഫാദറിനെ എല്ലാം കണ്ടു ക്ഷേമം അന്വേഷിക്കാനും, അതുപോലെ നമ്മൾ റോട്ടിൽ വെള്ളം പോലും അനാവശ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ടാപ്പ് നിർത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടാപ്പ് നിർത്തി. അതുപോലെ എന്തെങ്കിലും ഒരു തവണ വൈഫ് അവിടെ മറ്റേ ഒരു കൊന്നയുടെ ഇത് മറിഞ്ഞിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വൈഫ്. അത് വാക്കത്തി വാങ്ങിച്ച് വെട്ടി. എന്തുകൊണ്ടും നല്ലൊരു നാടിന് നല്ലൊരു സഹായവും അതുപോലെ നല്ലൊരു കലാപരമായിട്ട് നല്ലൊരാളുമായിരുന്നു. എത്ര കാലം തൊട്ട് ഈ കലാകാരനെ അടുപ്പമുണ്ട്? ഈ കലാകാരൻ എന്നുള്ള നിലയിൽ നവാസ് ഖാൻ നേരത്തെ തൊട്ട് പരിചയമുണ്ട്. ഇൻ്റർവ്യൂവിലും നമ്മളെല്ലാം കണ്ട് എല്ലാത്തിലും നല്ലൊരു എനിക്ക് ഡൽഹിയിൽ വെച്ച് മുതൽ തന്നെ നല്ലൊരു പരിചയമുണ്ട്. ഓരോ രംഗത്തും ഇറങ്ങി വന്നതായിട്ടുള്ള ഒരു അവസാനമായിട്ടുള്ള ഇഴയിലൊക്കെ വന്ന് ഇപ്പോൾ ഇഴ റിലീസായിട്ടുണ്ടല്ലോ, അതിലും വന്നു നമ്മൾ അതുപോലെ നീലാകാശത്തിൽ രേനയും നവാസുമൊക്കെ അഭിനയിച്ച ചിത്രങ്ങളൊക്കെ എല്ലാം നല്ല ഒരു ഓർമ്മയും നല്ലൊരു ഇതാണ്. എന്തായാലും ഒരു അതുല്യ പ്രതിഭയെ നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലേ? ഈ കല്യാണ സമയത്തൊക്കെ ഉണ്ടായിരുന്നോ സാർ? ഇവരുടെ എൻ്റെ മക്കളുടെ കല്യാണങ്ങൾക്കെല്ലാം വന്ന് നന്നായിട്ട് സഹകരിച്ച വ്യക്തിയാണ്. അവരുടെ കുടുംബം ഞങ്ങൾ അസൈനായിരിക്കും, അവരെ രേഖനയുടെ വാപ്പയെ. അതുപോലെ മക്കളെ എപ്പോൾ കണ്ടാലും നല്ല വർത്താനം നല്ല സ്നേഹമുള്ള മക്കളാണ്. എല്ലാം പഠിത്തത്തിലും എല്ലാം നല്ലൊരു ആക്റ്റീവുള്ള മക്കളാണ്. അല്ല, മക്കൾക്കും നല്ലൊരു ഭാവി ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥന നമുക്കുള്ളൂ. അവരെയും ഇതുപോലൊരു കലാകാരന്മാരെ വരാനായിട്ടുള്ള ഒരു അവസരം ഇനിയും ദൈവം ഉണ്ടാക്കട്ടെ എന്നുള്ളൊരു അവരിൽ നിന്ന് തന്നെ അല്ലേ? അനിയനിപ്പം ഒരു ഗായകനൊക്കെയാണ്, നിസാം ഒരു ഗായകനൊക്കെയാണ്. നിസാം വടക്കാഞ്ചേരി താമസ അബൂബക്കർക്കായും അവരും ഒരു നടൻ തന്നെയായിരുന്നല്ലോ. അബൂബക്കർ ബക്കർ അവരെല്ലാം നല്ല എന്നാൽ ഈ പറയുന്ന രീതിയിലേക്ക് അല്ലേ, ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഒരു വലിയ തലങ്ങളിലേക്ക് ഒരു അഭിനയത്തിൻ്റെ മേഖല, സിനിമാ മേഖലയിലേക്കൊന്നും വരാൻ പറ്റിയില്ല. അദ്ദേഹം ഒരുപാട് സിനിമകളിലും മിമിക്സിലും എല്ലാം നല്ല ഉണ്ട്. വലിയൊരു ഇതിലേക്ക് തള്ളിക്കയറാനുള്ള മറ്റു നടന്മാരെ പോലെ തള്ളിക്കയറ്റം ഇല്ല പുള്ളിക്ക്. അങ്ങനെയില്ല. വലിയ കഴിവുള്ള ആളുമാണ്. ഓരോ ജാനകിയുടെ ഓരോ പാട്ട് ഞാൻ ഓരോ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. നല്ലൊരു പാട്ടുകളും നല്ലൊരു ഇതുമായിരുന്നു. പാടാനാണ് പാട്ട്, അഭിനയിക്കാനാണ് അഭിനയം, മിമിക്രിയാണ് മിമിക്സ്, എല്ലാത്തിലും എടുക്കാനായിരുന്നു. എല്ലാത്തിലും നല്ല 51 വയസ്സാന്ന് ഓർക്കണം. 51 വയസ്സാണ്. മരിച്ചെന്നും ഞങ്ങൾക്ക് അത് ഓർക്കാൻ പോലും സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും അതുപോലെ തട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2008-2007 മുതൽ ഞാനിവിടെ വന്നപ്പോൾ മുതലുണ്ട്. ഇപ്പോൾ 20-25 വർഷത്തോളം ഇവിടെ വന്ന് താമസിക്കുന്നത്. പുള്ളിക്ക് ചൂണ്ടിക്ക് ഒരു വീടുണ്ട്. അവർ രഹനിയാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു നഴ്സറിയും അവിടെ ബ്യൂട്ടി പാർലറൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ രഹനയുടെ വാപ്പയും സൈനായിരിക്കും. അത് എൻ്റെ ഫാദറിന് ഇവിടെ ആഴ്ചയിൽ വന്ന് കാണും. അതുപോലെ അവർ നല്ലൊരു അയൽവക്കക്കാരായിട്ട് നല്ലൊരു അടുപ്പവും നല്ല സ്നേഹമുള്ള കുടുംബമായിരുന്നു. അത്രയ്ക്കും മറക്കാൻ പറ്റാത്ത ഒരു നഷ്ടമാണ് നമ്മുടെ നാടിന് തന്നെ പറ്റിയേക്കുന്നത്. ഇത്ര വലിയ കലാകാരനായിട്ടും അങ്ങനെയുള്ള ഒരു അഹങ്കാരമൊന്നുമില്ല. ഒരു അഹങ്കാരം എന്നുള്ള ഞാൻ ഇത്രയും നമ്മൾ ഒരേ സംഗതി എപ്പോൾ വേണമെങ്കിലും അവരുടെ വീട്ടിൽ കയറി ചെന്നാലും നമ്മുടെ അത്രയ്ക്കും നല്ല സ്നേഹത്തിലാണ് അവർ പെരുമാറുന്നത്. എന്താ ഇതിന് പറയുന്ന നടൻ എന്നുള്ള ഒരു അഹംഭാവം എപ്പോഴും എൻ്റെ അനിയനെ പോലും നമ്മൾ കണക്കൂട്ടി പോകുന്നത് എന്ന് പറയുന്നത് നല്ലൊരു ഇതാണ്.
അല്ല, ഞങ്ങളിപ്പോൾ ചെന്നപ്പോഴാണ് ഞങ്ങളുടെ അനുഭവം. ഇപ്പോൾ 40 മരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എന്നിട്ട് ഇപ്പം ഞങ്ങളോട് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കഴിക്കാം എന്ന് പറയുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഒരു വീട്ടുകാരാണ് അവർ. ഞങ്ങളിപ്പോൾ അവിടെ ചെന്നു. 40 ദിവസം കഴിഞ്ഞ് പുറത്ത് സംസാരമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. എപ്പോൾ ആര് ചെന്നാലും അവിടെ ഭക്ഷണത്തിനും ഒരു ഇതൊന്നുമില്ല. ആർക്കും എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അത് അവരുടെ ഒരു ഹാബിറ്റാണ്. അത്രയ്ക്കും നല്ല സ്നേഹമുള്ള കുടുംബമാണ്. പാവപ്പെട്ടവരോടും പണക്കാരോടും എല്ലാം ഒരേപോലെ ഒരേ ലെവലിൽ നീങ്ങിയ ഒരു മനുഷ്യനാണ് നവാസ് എന്ന് പറയാം. പണക്കാരോട് പ്രത്യേക ഒരു മമത കാണിക്കുക, പാവപ്പെട്ടവരോട് അങ്ങനെ ആകുന്ന എല്ലാവരോടും. എൻ്റെ മകനോട് ഏറ്റവും വലിയ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു. മകന് ഇപ്പോഴും കരച്ചിലായിരുന്നു. മകനിപ്പോൾ പോയുള്ളൂ. അത്രയ്ക്കും നിസാം എന്നാണ് മകൻ്റെ പേര്. അവനോട് അത്രയ്ക്കും സ്നേഹം ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും അവന് ഫോൺ വിളിച്ച് പറയുകയും ചെയ്യും. നിസാമിൻ്റെ എൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകുന്നു, മകളുടെ കല്യാണത്തിന് പോകുന്നു, എല്ലാ കാര്യങ്ങൾക്കും അവർ കുടുംബസഹിതം എത്തിയ ഒരു വ്യക്തിയാണ്, കുടുംബമാണ്. നമുക്കത് മറക്കാൻ പറ്റത്തില്ല എന്നാണ് അത്രയും. നവാസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നാടിനെ നഷ്ടപ്പെട്ട് ഏറ്റവും വലിയ ഒരു സമ്പത്താണ് ഞങ്ങൾ നാടിന് പോയതെന്ന് തന്നെ പറയാം. നവാസ് പോയതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് നല്ലൊരു വിത്താണ്, നമ്മുടെ നാടിൻ്റെ വിത്ത്. നമുക്ക് ഉയർന്ന ഉയർച്ചയ്ക്കും വളർന്നു വരുന്ന മക്കൾക്കും ഭാവിക്കും എല്ലാം നല്ലൊരു ആളായിരുന്നു നവാസിൻ്റെ കുടുംബം തന്നെ. രഹനയും മോശമല്ല കേട്ടോ. രഹനയും അതുപോലെ രഹനയുടെ പാപ്പ ഹസീനായിരിക്കായും ഉമ്മയൊക്കെ എല്ലാവരും നല്ല ആക്റ്റീവാണ്. എല്ലാവരും നാടകവും എല്ലാവരും കലാപരമായിട്ടുള്ള ഒരു കുടുംബമാണ് അവരെല്ലാവരും. അല്ല, നമ്മൾ ഓർക്കണ്ടേ, നമ്മളൊരു പ്രൊഡ്യൂസറെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ പുള്ളി ഇത്ര സാഹസം കാണിച്ചത്. ചെറിയൊരു വേദന വരുമ്പോൾ എനിക്ക് വേദനയാണോ എന്ന് പറഞ്ഞു. അന്ന് വേദന വന്നപ്പോൾ ഹസീനായിരിക്കൊക്കെ വിളിച്ചു, രഹനയുടെ വാപ്പയ്ക്ക് വിളിച്ചതാണ്. നെഞ്ചിന് ഒരു ചെറിയൊരു വേദനയുണ്ട്, ഗ്യാസാവെന്ന് വിചാരിച്ച് വൈകുന്നേരം വരെയും വെച്ചുകൊണ്ടിരുന്നു. ആ പ്രകമ്പനം എന്ന ചിത്രത്തിൻ്റെ ആ ഇത് കളയാതിരിക്കാൻ വേണ്ടി, ആ ഷൂട്ടിങ്ങിൻ്റെ ഇതിൽ വരുത്താതിരിക്കാൻ വേണ്ടിയാണ് അത് ഹോസ്പിറ്റലിൽ പോകാതിരുന്നത്. എന്നിട്ടും കരുവത്തൊഴിൽ അഹമ്മദ് സാറായിട്ട് സംസാരിച്ച് സാറ് പറഞ്ഞു പെട്ടെന്ന് അതിന് അസാധാരണ നെഞ്ചുവേദന ആയിരിക്കില്ല, കൊണ്ടുവരണമെന്നെല്ലാം പറഞ്ഞു. അന്ന് ഹസീനായിരിക്കെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അല്ല, 5 മിനിറ്റ് പോയാലും 10 മിനിറ്റ് പോയാലും അത്രയും നഷ്ടമല്ലേ പ്രൊഡ്യൂസർക്ക് ഉണ്ടാകുന്നത്. ഇന്ന് അങ്ങനെ ആരും ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷെ ഇവരെ പോലെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളാണ് ചിന്തിക്കുന്നത്. പക്ഷെ നഷ്ടപ്പെട്ടത് അവനവൻ്റെ ജീവനും നഷ്ടപ്പെട്ടില്ലേ. കാരണം നേരത്തെ അസുഖങ്ങളില്ലെന്ന് അനിയനിപ്പോൾ പറഞ്ഞത്. ഒരു അസുഖം ഒന്നും തന്നെ, നല്ലൊരു എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ അടുത്ത് ഞാൻ ഇത്രയും ബൾക്കുള്ള തടിയുണ്ടല്ലോ, എൻ്റെ അടുത്ത് നവാസ് പറയും കാണുമ്പോൾ, സിസ്ക ശരീരം നോക്കണം, ശരീരത്തിൻ്റെ ഇത് നോക്കണം. നിങ്ങൾ പോലീസിൽ വർക്ക് ചെയ്ത ആളാണ്, നിങ്ങൾ പറയേണ്ട കാര്യമില്ല. നല്ല ഒന്നും കൂടെ വയറും അതെല്ലാം ഒന്ന് കുറച്ച് നല്ലൊരു ഇത്. ഞാനും നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഡിസ്കിന് പ്രോബ്ലം വന്നുകൊണ്ട് എന്നെ നടത്തുന്നു. ഇപ്പോഴും എന്നെ കാണുമ്പോൾ വണ്ടി നിർത്തിയിട്ട് എപ്പോഴും പറയും നടക്കണം, എക്സസൈസ് വേണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനിപ്പോൾ കല്യാണത്തിൽ വരുമ്പോൾ, പിന്നെ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ മകൻ്റെ കല്യാണത്തിന് തണ്ടേക്കാട് വെച്ച്. അന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെറുതെ എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എടുത്തു. അപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു തടി കൂടി വരുന്നുണ്ട്, കുറയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു നവാസിൻ്റെ തടി ഇപ്പോൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല എക്സസൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഒരു അസുഖമില്ലാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഒരു അസുഖമില്ല, അല്ലെങ്കിൽ നേരത്തെ എവിടെയെങ്കിലും പോയി ചികിത്സിക്കുന്നൊക്കെ ഉണ്ടായി. ശരിയാ, ഇതങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇപ്പോൾ 51 വയസ്സേ ഉള്ളൂ. എത്രയോ വർഷം കലാരംഗത്താണെങ്കിലും ഒക്കെ ശോഭിച്ച് നിൽക്കേണ്ട നല്ലൊരു കലയിൽ നല്ലൊരു വളർന്നു വരുന്ന ഒരു താരത്തെ നമുക്ക് നഷ്ടപ്പെട്ടത്. പ്രൊഡ്യൂസർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു എന്ന് പറയാം. കാരണം അവനവൻ്റെ ജീവനെ ഇങ്ങനെയൊക്കെ നോക്കുന്നവർ വളരെ കുറവല്ലേ. ചെറിയൊരു വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആശുപത്രി പോവോ, അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് പറ്റിയാൽ അപ്പോഴോ തന്നെ ആശുപത്രി പോകും. അപ്പോൾ മാറി ആ ഷൂട്ടിംഗ് സെറ്റ് നിർത്തി വെച്ച് പോകുന്നവരാണ് കൂടുതലും പേരുള്ളത്. പക്ഷേ നവാസൊക്കെ സംബന്ധിച്ച് ഒരു മഹത്വമാണ് കാണിച്ചത്. പക്ഷേ നമ്മൾ പിന്നെ കാണുന്നത് തന്നെ കുഴഞ്ഞ് വീണ് മരിച്ചു കിടക്കുന്നതാണ് കിടക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞത് ഒരു 10 മണിക്കാണ് ഇവിടെ അറിഞ്ഞത്. ആദ്യം ഹസീനായിരിക്ക ഞങ്ങളവിടെ പോയപ്പോൾ അവിടെ കുടുംബം തന്നെ അറിഞ്ഞിട്ടില്ല. പുറത്ത് ഞങ്ങൾ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ തടിച്ചു കൂടുന്ന കണ്ടപ്പോൾ മക്കൾക്ക് ഹസീനായിരിക്കൊക്കെ ഫോൺ വന്ന് നിയാസ് വിളിച്ച് പറഞ്ഞു നിയാസെന്ന്. അത് കഴിഞ്ഞപ്പോൾ മക്കൾക്ക് മനസ്സിലായി. മക്കൾക്കോട് ആ അവതരിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. എല്ലാവരും കൂടിയപ്പോൾ തന്നെ മക്കൾക്കും മനസ്സിലായി. കുഞ്ഞുമക്കൾ നല്ല മക്കളായിരുന്നു അവർ എല്ലാം. ഇതിൽ തന്നെ ചിലപ്പോൾ മിക്കപ്പോഴും നടക്കും. ചിലപ്പോൾ നവാസിനെ കൊണ്ടുവന്ന് വിടും, നവാസിനെ കൊണ്ടുവന്ന് വിടും. അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ ഒരേനയുടെ വാപ്പയുണ്ടല്ലോ ഹസീനായിരിക്കാം, അവർ കൊണ്ടുവന്നാക്കും മക്കളെ. പഠിക്കാൻ പോകുന്നോർത്തുനിന്ന് അവിടെ റോഡ് വരെ വണ്ടി വരുള്ളൂ. ഒരു വണ്ടി ഇവിടം വരെയും വരും. കുറച്ച് മറ്റേ ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, 4 മൈൽ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരും മക്കൾ. മകൾക്കൊരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം.
ദൈവത്തെ പടച്ചോ നടത്തട്ടെ അല്ലേ, നടത്തി തരട്ടെ. നമുക്ക് എല്ലാ മക്കളെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ, നമുക്ക് സമർപ്പിക്കാം. എന്തായാലും നമുക്കൊരു വലിയൊരു നഷ്ടം തന്നെയാണിത്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്, പിന്നെ ആഗോളം മലയാളികൾക്ക് ഒരു നഷ്ടം, വലിയൊരു നഷ്ടം തന്നെ. അറിയാൻ പറ്റാത്ത ആരും തന്നെ ഇല്ല. കലാഭവൻ നവാസൊക്കെയാണ് നമ്മളെ വിട്ടുപോയത്. ഇപ്പം 51 വയസ്സേ ഉള്ളൂ. എന്താ കൈക്ക് ഇങ്ങനെ ഒരു പുള്ളിയെ പറ്റി ഓർക്കുമ്പോഴത്തേനോട് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? നല്ലൊരു കലാപ്രതിഭയായിരുന്നു. നഷ്ടപ്പെട്ടത് നമുക്ക് വലിയൊരു മഹാനഷ്ടം തന്നെയാണ്. നവാസ് കയ്യിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറയുമോ? അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവല്ലേ, പിന്നെ പെട്ടെന്ന് അങ്ങനെ പോവും. അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല ആളുകളെ. നമ്മുടെ ചാനലിൽ കൂടെ ഒക്കെ നമ്മൾ പുള്ളിയെ സ്ഥിരം കാണുന്നില്ലേ, ഈ ഓരോ പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ? അങ്ങനെ ഒരു പുള്ളിയല്ലേ ഇതൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താ നമുക്ക് തോന്നുന്നത് പുള്ളിയെ കുറിച്ച്? അയ്യോ, നല്ലൊരു കലാകാരനാണല്ലോ പോകുന്നത്, നമ്മുടെ നാട്ടിലെ നല്ലൊരു ആളാണ് എന്നൊക്കെ തോന്നാറുണ്ട് മനസ്സിലൂടെ. ഈ മരണത്തെ കുറിച്ച് കേട്ടപ്പോൾ എന്താ തോന്നിയത്? അയ്യോ, അത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഞങ്ങൾക്ക്. ചെറുപ്രായം അല്ലേ? ചെറുപ്രായം വിശ്വസിക്കാൻ പറ്റുന്നില്ല മരിച്ചെന്ന് പറഞ്ഞിട്ട്. നല്ലൊരു കുടുംബം തന്നെയായിരുന്നു അവർ. എല്ലാവരെയും സഹായിക്കാനൊക്കെ എല്ലാവരെയും സഹായിക്കും, എല്ലാത്തിനും ഓടിയെത്തും. നമ്മൾ എന്ത് ഫംഗ്ഷനൊക്കെ വിളിച്ചാലും വരും. എന്ത് പരിപാടി കഴിഞ്ഞൂടെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാവരുടെ കൂടെ ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. എത്ര പ്രോഗ്രാം എന്നൊക്കെ എത്ര കാലം തൊട്ട് കാണുമായിരുന്നു നവാസക്കാടെ പ്രോഗ്രാമാ? ആദ്യത്തിലൊന്നും അത്ര അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോഴാണ് ഞങ്ങളങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്തായാലും ഇനി ഇതുപോലൊരു കലാകാരൻ നമുക്ക് കിട്ടുന്നില്ലേ? 51 വയസ്സല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ, 51 വയസ്സേ ഉള്ളൂ. ഇങ്ങനെ രോഗമൊന്നും ഉണ്ടെന്ന് ആർക്കും അറിയത്തുമില്ലായിരുന്നു. ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രചന ഭാര്യയൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടോ? അങ്ങനെ അധികം വർത്തമാനം പറയാറില്ല. അവരിങ്ങനെ കാറിൽ പെട്ടെന്ന് ഇങ്ങനെ ബിസിയാണല്ലോ, പിള്ളേരെ കൊണ്ടുവന്നാക്കല്, പിന്നെ കടയിൽ പോവല് എല്ലാം. പിന്നെ ഞങ്ങളും ഇതുപോലെ ഓരോ തിരക്കായിരിക്കും, അപ്പോൾ പിന്നെ അങ്ങനെ അധികം വർത്തമാനം പറയാറില്ല. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫാമിലി ആയിരുന്നു. നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരു ദിവസം മഴക്കാലത്ത് ഞാനിങ്ങനെ കമ്പ് വെട്ടാൻ പോയതാ, വാക്കത്തിയൊക്കെ പിടിച്ചിട്ട്. വേഗം തന്നെ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വേഗം തന്നെ അവിടെ സ്റ്റോപ്പാക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാക്കത്തി വാങ്ങി അത് വെട്ടിക്കളഞ്ഞിട്ടാ മുന്നോട്ട് നീങ്ങിയത്. വിട്ടൊന്നും പോയില്ല. നമ്മളൊരു സ്ത്രീയാണ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞ് വണ്ടി ചവിട്ടി ഇറങ്ങി. പൊതു റോഡല്ലേ, അപ്പൊ പിന്നെ ഞാനും അത് ആളുകൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി ഞാനും അത് വെട്ടാൻ ഇറങ്ങിയത്. അപ്പൊ തന്നെ വന്ന് വാങ്ങിച്ച് അത് വെട്ടിയിട്ടാണ് പിന്നെ മുന്നോട്ട് പോയുള്ളൂ. ലീക്കായിട്ട് ഇതുപോലെ തന്നെ ഒരു ദിവസം വാപ്പാനെ വന്ന് വിളിച്ചിട്ട് അത് പോയിട്ട് അടച്ച് രണ്ടുപേരും കൂടി അടച്ചിട്ടാണ് കരുതുന്നത്. മനസ്സിന്റെ ഉടമയും കൂടിയാണ് നവാസക്ക് അല്ലേ? പുതുമുതലൊന്നും നശിപ്പിക്കാനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. വലിയൊരു കലാകാരൻ മാത്രമല്ല, വലിയൊരു മനുഷ്യസ്നേഹിയും കൂടിയാണ്. മനുഷ്യസ്നേഹിയും സാമൂഹ്യ സ്നേഹിയുമായിരുന്നു. ഞങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായി. നല്ലൊരു മനുഷ്യനായിരുന്നു, എല്ലാ കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. നന്മ പറഞ്ഞ് നന്മയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. പിന്നെ വേറെ ഒന്നും പറയാനൊന്നുമില്ല ഞങ്ങൾക്ക്. 51 വയസ്സല്ലേ ഉള്ളൂ നവാസിന് 51 വയസ്സേ ഉള്ളൂ. ഒരു വലിയ കലാകാരൻ അല്ലേ? അതെ. മരിച്ചെന്ന് കേട്ടപ്പോൾ ബാപ്പായ്ക്ക് എന്താ തോന്നിയത്? ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. മരിച്ചു പോയിട്ട് ഇനി ഞങ്ങൾക്ക് ഞാനില്ല, ഒന്നിപ്പം നല്ലത് പറഞ്ഞു തരാനുള്ള മനുഷ്യനില്ലെന്ന് മനസ്സിലാക്കി. പിന്നെ ഒന്നും പറയാനില്ല. ബാപ്പാടേക്ക് ഒത്തിരി വരുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ബാപ്പായെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞേ പോകുള്ളൂ. പോയി നിർത്തിയിട്ട് എന്നോട് നല്ല വാക്ക് ചോദിച്ച് പറഞ്ഞുകൊണ്ടേ പോവുള്ളൂ. എന്നെ വേറെ ഒന്നും പറയാനില്ല. ബാപ്പായ്ക്ക് എത്ര കാലത്തെ പരിചയമുണ്ട് നവാസക്കായിട്ട്? എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 10-20 കൊല്ലത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. 10-14 കൊല്ലത്തെ പരിചയമുണ്ട് നവാസായിട്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നവാസിനെ പറ്റി. നവാസിന്റെ ഒക്കെ ആയിട്ട് പ്രോഗ്രാം എല്ലാം ബാപ്പ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ സീരിയലോ അല്ലെങ്കിൽ മിമിക്രിയോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നവാസ് നല്ല രീതിയിലെ കാണിച്ചു തരുള്ളൂ, ചീറ്റൊന്നും കാണിച്ചു തരില്ല. നല്ല രീതിയിൽ കാണിച്ച് നമ്മളെ മനസ്സിലാക്കി തരും. നല്ല പറഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെ ആൾ മരണപ്പെട്ടു പോയി. നമുക്ക് വലിയൊരു നഷ്ടമാണ്, വലിയ നഷ്ടമായിട്ട് വന്നു. ഓർക്കാൻ പറ്റേണ്ട അവസ്ഥയാണ്, ഒന്നും ഓർക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് നവാസിനെ പറ്റി. പ്രായമുള്ളവരോടും കൊച്ചു പിള്ളേരോടും എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അല്ലേ? അതെ. അതുപോലെ തന്നെ എല്ലാവരോടും ഒരു മനുഷ്യ സ്നേഹിയും കൂടിയായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. എന്തെങ്കിലും ഒരാൾക്ക് ഒരു സഹായം വേണമെങ്കിൽ ഓടി വന്ന് സഹായിക്കും. എന്ത് പണിയും സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളൊരു കമ്പ് കെട്ടി കൊണ്ടിരുന്നപ്പോൾ കമ്പി ആഞ്ഞ് അതുപോലെ വണ്ടി നിർത്തി ആ കമ്പ്
മാറ്റി വന്നിട്ട് വണ്ടി കൊണ്ട് പോയി. അങ്ങനെ നല്ലൊരു ഇതൊക്കെ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യനായിരുന്നു. ഞങ്ങൾക്ക് ആ കാര്യമൊക്കെ ഓർക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെന്ന് പറയാം, മരിച്ചു പോയാൽ നമുക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. മരിച്ചെന്ന ഓർമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. വേറെ എന്ത് പറയാനേ മരിച്ചു പോയെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.